വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഏതാണ്ട് ഒരു 2.5 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് തന്നെ മാറ്റാമായിരുന്നല്ലോ, ആ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അത് ശ്രീമാൻ രഞ്ജിത്ത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹം പിന്നെ ആ പദവിയിൽ നിന്ന് മാറിയപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിരവധി പേർ ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഒരു സമവായം പോലെ എന്നാൽ പിന്നെ പ്രേംകുമാർ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് ചെയർമാന്റെ ചുമതലയിൽ തുടരട്ടെ. അത് വെറുതെ അങ്ങ് തീരുമാനിച്ചതില്ല. അതുവരെയുള്ള വൈസ് ചെയർമാൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മികവ് കൂടി പരിഗണിച്ചിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് 1 വർഷത്തോളം പ്രവർത്തനങ്ങൾ നടത്തി. കഴിഞ്ഞ 29ാമത് IFFK ഉൾപ്പെടെ സംസ്ഥാന ഫിലിം അവാർഡ് ഉൾപ്പെടെ ഏറ്റവും നന്നായി എന്നാണ് പൊതുസമൂഹവും മാധ്യമങ്ങളും സിനിമാ മേഖലയും ഒന്നടങ്കം എല്ലാവരും പറഞ്ഞത്.